അപ്പൊ ഇങ്ങോട്ട് നോക്കി. ഓക്കെ സെറ്റല്ലേ? ഹലോ ഹലോ. അല്ല അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മള് പോവല്ലേ? അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അതെ, മീശപ്പുലിമല. ഓഫ് റോഡോട് കേട്ടത്. അങ്ങനെ മീശപ്പുലിമല. പുള്ളി പുള്ളി. ഓ, അവരാഗ്ലി ഇതൊരു ഫോട്ടോ എടുത്ത ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ. ഇല്ലേ പൊളിയല്ലേ? നോക്ക്, നിങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. തമിഴ്നാടാണോ കേരളമാണോ? ഞാൻ കേരളത്തില്. കേരള സാംസങ് ഷോള ഇതാണോ? അതെ, ഷോള ഫോറസ്റ്റ് അല്ല നമ്മള് പറഞ്ഞിട്ടുണ്ട്. മീശപ്പുലിമല പീക്ക് ട്രക്കിംഗ് കഴിഞ്ഞു. അവസാനിക്കാറായി. ഇനി ഒരു മലയും കൂടി ബാക്കി നിൽക്കെ. 7 മല കയറി. ഇനി ഒരൊറ്റ മലയും കൂടി ഉള്ളൂ. ഇതാണ് ആ മല. എന്തേ കാണ്. ഇവിടെ കിടക്കാൻ കുറെ സ്ഥലമുണ്ട്. കുന്നമല എത്ര ദൂരത്തു നിന്ന് വരുന്നത്? മീശപ്പുലിമല. മീശപ്പുലിമല നമ്മൾ 8 കിലോമീറ്റർ നടന്നു വന്നിരിക്കുകയാണ്. അതെ, 8 കിലോമീറ്ററോ? 8 മല. അതെ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങണം. രണ്ടും കണക്കാ, അല്ലെങ്കിൽ മരണം. ഇവിടെ നിന്ന് അവിടെ വരെ ഇങ്ങനത്തെ നിരപ്പാണെങ്കിൽ എന്ത് സുഖമാണ്. എന്റെ ഐഡിയ ആയി പോയി. ഇതെടുക്കോ? ഇത് നമ്മൾ അവരുടെ എടുക്കും. നിങ്ങളുടെ ഫ്രണ്ടിന്റെ. എന്നെ പിടിച്ചിറങ്ങണ്ട. ഇവിടെ അക്കാണുന്നതാണ് ആനമുടി ഹൈയസ്റ്റ് പീക്ക്. ആനമുടി കുന്നിന്റെ തൊട്ട് പുറകിലെ കാണുന്ന പാറ ഉണ്ടോ? അതാണ് വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും പീക്ക് പോയിന്റ് ആയിട്ടുള്ള ആനമുടി. ഓക്കെ, നമ്മള് ആനമുടി സെൽഫി എടുക്കാൻ പോവാ. ഓക്കെ, ഈ കാണുന്നത് ആനമുടിയല്ല. അത് ആലോചിച്ച് പെട്ടോണ്ടിരിക്കുക ഞങ്ങള്. കാറ്റ് പോകാറായി. മീശപ്പുലിമല ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു.
ഇപ്പൊ ജീപ്പില ആടി ഉലഞ്ഞ ജീപ്പില്. ഇപ്പൊ നമ്മള് എവിടെ പോയിട്ട് തിരിച്ചു വരുന്നു? ആ, ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി പൊളി. ഇനിയും ഞാൻ വരും. അടിപൊളി അടിപൊളി. ഞാൻ എന്റെ കൂടെ ഉള്ളവരെയും കൂടെ കൊണ്ടുവരും. പൊളി സാധനം.